ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഓമലേ ജീവനിൽ അമൃതേകാനായി വീണ്ടും എന്നിലെ തോർമകളായി നിലാവിൻ മുത്ത്. ഇതാരേ രാവിലെ തന്നെ ദാ വരുന്നു. ദേ കുഞ്ഞി, നിന്റെ ഫ്രണ്ട് കുറേയായി എന്നെ കിടന്ന് വിളിക്കുന്നു. നിന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നാ പറഞ്ഞേ. നീ ഒന്ന് തിരിച്ചു വിളിച്ചു നോക്കിയേ. ഏട്ടാ, ഞാൻ തിരിച്ചു വിളിച്ചോളാം. ഹലോ എന്റെ ലച്ചു, നീ എന്തിനാ ഏട്ടന്റെ ഫോണിൽ വിളിച്ചേ? അത് ശരി, നീയല്ലേ ഇന്നലെ പറഞ്ഞേ പുറത്ത് വെച്ച് കാണാന്ന്. ഞങ്ങളിപ്പോ അവിടെ എത്തും, നീ വേഗം വരാൻ നോക്ക്. ശരിയല്ലേ, ഞാൻ ഇപ്പൊ ഇറങ്ങാവേ. എന്റെ കൃഷ്ണ, ഞാനിനി എങ്ങനെയാ ഇവിടെ നിന്ന് ഇറങ്ങുന്നേ? ഭാഗ്യം ആളൊന്നും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. എങ്ങോട്ടാ ഈ രാവിലെ തന്നെ? ഇതിവിടെ ഉണ്ടായിരുന്നോ? കുഞ്ഞി, നീ ഈ രാവിലെ തന്നെ ഇത് എങ്ങോട്ടാ? നിന്നോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളടത്ത് പോകും, അത് പറയാൻ എനിക്ക് മനസ്സിലിപ്പോ. ഞാൻ നിന്റെ ഏട്ടനല്ലേ, എനിക്കറിയണ്ടേ നീ എവിടെയാ പോകുന്നേന്ന്? ആയിരിക്കാം, പക്ഷെ അതെനിക്ക് കൂടെ തോന്നണ്ടേ? എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാതെ നിങ്ങളല്ല. തുടങ്ങിയോ? ഇനി ഇന്നെന്താ പ്രശ്നം? എന്റെ പൊന്നെന്തു, ഞാൻ രാവിലെ ഇവളോട് എവിടെ പോകണം ചോദിച്ചപ്പോ അവൾക്ക് പറയാൻ മനസ്സില്ലെന്ന്. ഞാൻ അവളുടെ ഏട്ടനല്ലേ, എന്നോടൊന്ന് പറഞ്ഞൂടെ അവൾക്ക്? ഏട്ടനാണ് അവളുടെ ഏട്ടൻ. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, എന്റെ കാര്യങ്ങൾ ഇടപെടാനും വരണ്ട. കുഞ്ഞി മതി. കിരൺ, നിനക്ക് എവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞില്ലേ? നീ എന്തായാലും പോയിട്ടോ. ഞാൻ പോവാ, പക്ഷേ ഞാൻ പോയിട്ട് വരുമ്പോ ഇവളിവിടെ ഇല്ലെങ്കിൽ അനന്തു നിന്റെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല. അത് നീ ആലോചിച്ചു. എടാ, ഞാൻ അത് നിനക്ക് സമാധാനമായില്ലേ? അല്ല മോളെ, നിനക്ക് ഇപ്പൊ തന്നെ പോണം. അവനെ പറഞ്ഞ പോലെ ചെയ്യും. എന്തായാലും നീ പോയിട്ട് വേഗം അങ്ങ് പോരേട്ടോ. ഓക്കെ അനന്തേട്ടാ, ഞാൻ പോയിട്ട് വേഗം വരാം. എടി, നീ അവളെ വിളിച്ചപ്പോ അവള് വരുമെന്ന് തന്നെയല്ലേ പറഞ്ഞത്? നിനക്ക് കേട്ടതും മാറിയതൊന്നും അല്ലല്ലോ. അല്ല, അവള് വരുമെന്ന് തന്നെയാ പറഞ്ഞേ. ഹലോ, രണ്ടുപേരും എന്നെ നോക്കിയിരുന്ന് ബോറടിച്ചോ? സോറി, കുറച്ച് ലേറ്റ് ആയി പോയി. ഏട്ടൻ വീട്ടിലുണ്ടായിരുന്നു, അതാ. ബെസ്റ്റ്. ഇന്നെന്തായിരുന്നു പ്രോബ്ലം? അതോ, എന്നുള്ള പോലെ തന്നെ ഏട്ടനോട് പറയാതെ എങ്ങോട്ടും പോകണ്ട. അല്ല കീർത്തി, ഏട്ടൻ പറയുന്നത് ശരിയല്ലേ? നിനക്ക് ഏട്ടന്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ട് വന്നൂടെ? അല്ല, അതെന്റെ ഏട്ടനല്ല. എൻ്റെ ഏട്ടൻ മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഉള്ളത് വേറെ ശരീരം മാത്രം. എൻ്റെ ഏട്ടൻ്റെ മനസ്സിൽ മരിച്ചിട്ട് കുറെ വർഷങ്ങളായി. കീർത്തി, നിനക്ക് എന്താ പറ്റിയേ? എന്തിനാ ഇങ്ങനെ പറയുന്നേ? അത് എൻ്റെ കിരണേട്ടൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല. എൻ്റെ പഴയ ഏട്ടനെ ഞാനെന്ന് വെച്ചാൽ ജീവനായിരുന്നു. എൻ്റെ ഏട്ടൻ ആകെ മാറിപ്പോയി. അറിയൂ നിനക്ക് എൻ്റെ ഏട്ടൻ എങ്ങനെയായിരുന്നു എന്ന്? രണ്ടുപേരായിരുന്നു ലോകത്തേക്ക്. അനന്തേട്ടനും കൂടി വന്നു. പിന്നെ അനന്തേട്ടനും എൻ്റെ സ്വന്തം ഏട്ടനെ പോലെയായി മാറി. എനിക്ക് അമ്മയും അച്ഛനും ഇല്ലായിരുന്ന കുറവുകൾ പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. കാരണം എൻ്റെ ഏട്ടന്മാരെനിക്ക് അമ്മയും അച്ഛനും അങ്ങനെ എല്ലാമായിരുന്നു. ലൈഫ് അങ്ങനെ ഹാപ്പിയായി പോകുമ്പോഴായിരുന്നു എൻ്റെ കിരണേട്ടൻ്റെ മാറ്റം. എൻ്റെ എല്ലാമായിരുന്ന ഏട്ടൻ്റെ മാറ്റം അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഏട്ടൻ എന്നെ കാണാൻ വരാതെയായി, മിണ്ടാതെയായി. അങ്ങനെ എന്നോടുള്ള സ്നേഹവും കുറഞ്ഞു തുടങ്ങി. അപ്പോഴും എൻ്റെ കൂടെ നിന്നത് അനന്തേട്ടൻ മാത്രം. ഇപ്പോഴും ആ ഒരു അകൽച്ച തുടരുന്നു. എൻ്റെ പഴയ ഏട്ടനെ എനിക്കിപ്പോൾ ഏട്ടനെ കാണാൻ കഴിയുന്നില്ല. സാരില്ല, പോട്ടെ. അപ്പോഴത്തെ നിന്റെ ഏട്ടൻ്റെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. പക്ഷേ നിന്റെ ഏട്ടൻ എപ്പോഴും നീ പ്രിയപ്പെട്ടവൾ തന്നെയാണ്.
ആയിരിക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഏട്ടൻ വരുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. അപ്പോ ഓക്കെ, നാളെ കോളേജിൽ കാണാവേ. ഓക്കെ, ബൈ. അമ്മേ. നേരെ നോക്കി നടക്കടി. എന്നെ വന്നിടിച്ചിട്ട് എന്നോട് പറയുന്നു താൻ നേരെ നോക്കി നടക്ക്. തന്റെ മുഖത്തെന്താ കണ്ണില്ലേ? ഓ, അപ്പൊ നിന്റെ മുഖത്ത് എന്താ ഉള്ളത്? നിന്റെ മുഖത്ത് രണ്ട് ഉണ്ട കണ്ടല്ലോ, നിനക്ക് നോക്കിയായിരുന്നോടെ? താൻ വലിയ ആളാവാനൊന്നും നോക്കണ്ട. തന്റെ ഭാഗത്താ തെറ്റ്. നിന്റെ മുഖത്ത് എന്റെ കയ്യിലെ പാടുവണ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, ആലോചിച്ചു. ഓഹോ, അത്രയ്ക്കായോ? എന്നൊന്നും അറിയണമല്ലോ. ദേ പെണ്ണെ, എനിക്ക് സമയമില്ല, മര്യാദയ്ക്ക് പൊയ്ക്കോ, കളിക്കാൻ നിൽക്കാതെ. അപ്പൊ എന്താ, എനിക്കത്ര സമയമുണ്ടെന്നാണോ? എനിക്കും സമയമില്ല. താനൊരു സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളത്. എന്റെ ഭാഗത്ത് തെറ്റില്ല, അതുകൊണ്ട് ഞാൻ സോറിയും പറയില്ല. ഓ മരങ്ങോടൻ, നോക്കി ദഹിപ്പിക്കണ്ട, ഞാൻ പോന്നു. ഓ വന്നോ? ഇത്ര നേരം നീ ഇത് എവിടെയായിരുന്നു? അണകേട്ടാ, ബസ് കിട്ടാൻ ലേറ്റായി. എന്തായാലും എന്റെ മോക്കൊരു സന്തോഷ വാർത്തയുണ്ട്. കിരൺ വന്നിട്ടുണ്ട് കേട്ടോ. ഏട്ടനോ? എപ്പോ എത്തി? കുറച്ചു മുന്നേ വന്നതേ ഉള്ളൂ. ചെന്ന് വാങ്ങിച്ചിട്ട് വാ കിട്ടാനുള്ളതൊക്കെ. കുഞ്ഞി, നീ ഇത്ര നേരം ഇത് എവിടെയായിരുന്നു? അതെനിക്ക് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഞാൻ അനന്തേട്ടനോട് പറഞ്ഞിട്ടാ പോയത്. അപ്പോ ഞാനൊരു കാര്യമില്ലേ മോളെ? അല്ല, നിങ്ങൾ എന്റെ ആരുമല്ല. അതുകൊണ്ടാ ഞാൻ അനന്തേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയത്. ഞാൻ റൂമിലോട്ട് പോകാൻ ചേട്ടാ. എടാ, നീ വിഷമിക്കാതെ, എല്ലാം ഓക്കെ ആവും. എന്തായാലും അവൾക്ക് ഞാനിപ്പോ ആരുമില്ലാത്ത പോലല്ലേ. അവളെയും ഒന്നും പറയാൻ പറ്റില്ല. എന്റെ സ്വഭാവ എല്ലാത്തിനും കാരണം. ആ മോളെ, ഫുഡ് കഴിച്ചിട്ട് പോവാം. എനിക്കൊന്നും വേണ്ട ഫുഡ്. കഴിക്കുന്നവര് തന്നെ അങ്ങ് കഴിച്ചാൽ മതി. ഓ എന്റെ കീർത്തി, നീ എന്ത് പണിയായി കാണിച്ചേ? കിരണേട്ടന് വിഷമമായിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ കോളേജ് എത്തി. ഇനിയുള്ള ഒരു അലമ്പും ഇവിടെ നടക്കില്ല കേട്ടോ. നീയാ ഉണ്ടാക്കിയതല്ല, ഞങ്ങളത് സോൾവ് ചെയ്തേ ഉള്ളൂ. അത് ശരിയാ, നീയാ എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്നേ. നമുക്ക് എന്തായാലും ഓഡിറ്റോറിയത്തിലേക്ക് പോവാം. അവിടെ എന്തൊക്കെയോ പ്രോഗ്രാം ഉണ്ട്. ശ്രുതിയിൽ ചേരും ഇവളുടെ മൂകസല്ലാപം, തെന്നലിൻ തഴുകലെന്നോർത്തുപോയി ഞാൻ. ശ്രുതിയിൽ ചേരും ഇവളുടെ മൂകസല്ലാപം, തെന്നലിൻ തഴുകലെന്നോർത്തുപോയി ഞാൻ. മനസ്സിന്റെ കോണിൽ തുളുമ്പിയല്ലോ ഈ ആലോലച്ചുണ്ടിൽ തത്തിയൊരീണത്തേൻ തുള്ളി. ഈ വിരൽ തുമ്പിലെ താളം പോലും എന്റെ നെഞ്ചിനുൾ തുടിയായല്ലോ. കുഞ്ഞി, നീ വന്നോ? ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു ഏട്ടാ. എവിടെ കിരണേട്ടൻ? ഞാൻ ഏട്ടനോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നല്ലേ? അതേ മോളെ, നീ അവനോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അവനത് എത്ര ഹേർട്ടായിട്ടുണ്ടാവും എന്നറിയും നിനക്ക്. ഞാൻ പെട്ടെന്ന് എല്ലായിരുന്നു ഏട്ടൻ ആരുമില്ലാതായപ്പോ ഞാൻ ഇനി മുതൽ ശ്രദ്ധിച്ചോളാം ഏട്ടാ. മോളെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഏട്ടൻ. അവനും നിന്റെ ഏട്ടനല്ലേ. ഇനി മുതൽ മോള് ശ്രദ്ധിച്ചാൽ മതി. എന്താ കുഞ്ഞി, ഇന്ന് നേരത്തെ ആണല്ലോ. വാ, ഫുഡ് കഴിച്ചിട്ട് പോ. വേണ്ടേട്ടാ, എന്റെ ഫ്രണ്ട്സ് അവിടെ നോക്കി നിൽക്കുക, അതുകൊണ്ടാ. എന്നാ ഞാൻ പിന്നെ കഴിക്കാം. കുഞ്ഞ് കഴിച്ചിട്ട് പോട്ടെ. അയ്യോ ഏട്ടാ, ഏട്ടനിരിക്കുന്നോണ്ടല്ല, ശരിക്കും എന്റെ ഫ്രണ്ട്സ് അവിടെ കാത്തു നിൽക്കുക, അതുകൊണ്ടാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ, നിങ്ങൾ കഴിക്കേ. ഇപ്പൊ സമാധാനമായില്ലേ? ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് നിന്നോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ലെന്ന്. എനിക്ക് എൻ്റെ കുഞ്ഞിയോട് സന്തോഷമാവുന്നത്. അതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത്രനാളും കഷ്ടപ്പെട്ടത്. ഇനി എല്ലാം ശരിയായിക്കോളും. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ആയാ മതി. അങ്ങനെ എൻ്റെ മനസ്സും പറയുന്നത്. എന്റെ പൊന്നു സോന, നീ ഒന്ന് അടങ്ങി നിൽക്ക്. അടി വാങ്ങി തരല്ലേ? അവനെ കണ്ടാലേ അറിയാം അവനൊരു വായി നോക്കിയാണ്. നീ നോക്ക്, നമ്മളെ തന്നെ വിളിക്കണേ. വാ പോവാം. ഹലോ, എന്താണ് ഇവിടെ? എന്തേ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് വല്ലതുണ്ടോ? രാവിലെ തന്നെ നീ ഇങ്ങനെ ചൂടാവാതെ. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ സീനിയേഴ്സാ അല്ലേടാ? അടിപൊളി. രാവിലെ തന്നെ തെണ്ടി ഇത് കോളാക്കും. എന്താ മോളെ, സീനിയേഴ്സിനെ ബഹുമാനിക്കാൻ അറിയില്ല നിനക്ക്? ചുമ്മാതിരിക്കടാ, കൊച്ചിനെ പേടിപ്പിക്കാതെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ചാൽ മതി കേട്ടോ. ഇവനേതാ? ഇവനാണ് ഈ കോളേജിലെ വൻ കോഴി. എന്താ മോളെ, ഇഷ്ടായോ? ഇഷ്ടായി. എന്തോ ഇപ്പൊ ഇവിടെ ഉണ്ടായി. മേലാൽ ഇനി ഇത് ആവർത്തിക്കരുത്. കീർത്തി, നീ വാ. എന്ത് പണിയെന്ന് കാണിച്ചേ? അവൻ സീനിയർ അല്ലേ?
എന്നാലും ഞാൻ അവളുടെ ധൈര്യത്തെ സമ്മതിച്ചിരിക്കുന്നു. അല്ലെങ്കിലും ഇവര് രണ്ടടിയുടെ കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദി, നീ പോയി ചോദിക്കുന്നുണ്ടോ ഇല്ലയോ? നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. നോക്ക്, ഇവൻ പറയുന്ന മണ്ടത്തരം കാണിച്ച് നീ വഴക്കിലൊന്നും പോകണ്ട. അവൻ്റെ ഭാഗത്ത് തന്നെ തെറ്റ് ആയിരിക്കാം. പക്ഷേ ഇന്ന് നമ്മളത് ചോദിക്കാതെ വിട്ടാ അവൾക്ക് അഹങ്കാരമാവും. അതുകൊണ്ട് അവളെ ഞാനൊന്ന് കണ്ടിട്ട് വരാം. എന്നാണ് എന്റെ കീർത്തി, നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്നല്ലാതെ അനാവശ്യം കാണിച്ചാൽ ഞാൻ ആരായാലും അടിക്കും. എന്നാലും ഫസ്റ്റ് ഡേ തന്നെ സീനിയറിനെ അടിക്കാന്ന് വെച്ചാൽ നീ സീനാണ് കേട്ടോ. അയ്യോ, തമ്പുരാട്ടി ആയിരുന്നോ? അന്ന് കണ്ടപ്പോഴും ഒന്ന് പൊട്ടിക്കണമെന്ന് വെച്ചതാ. പക്ഷേ സമയമില്ലാതായിപ്പോയി. ബട്ട് ഇപ്പം എനിക്ക് നല്ല സമയമുണ്ട്. പിന്നെ ഒരു പെണ്ണായതിൻ്റെ പേരിൽ മാത്രം ഈ ആദി വെറുതെ വിടാം. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്, അല്ല ഈ ആദ്യം ആരാണെന്ന് നീ അറിയുമോ? കീർത്തി, നീ എന്താ ഒന്നും മിണ്ടാത്തെ? നിനക്ക് അയാളെ നേരത്തെ അറിയോ? എനിക്കാകെ എന്തോ പോലെ. ഞാൻ വീട്ടിൽ പോവാം. നീ ഓക്കെ ആയിട്ട് വീട്ടിൽ ചെന്നിട്ട് വിളിക്കേ. ഇതാരാ? കുഞ്ഞിയോ? എന്താ മോളെ, ക്ലാസ് കയറിയില്ലേ? ഇല്ല ഏട്ടാ, ഒരു തലവേദന പോലെ. ആണോ? എന്താ മോളെ, റെസ്റ്റ് എടുക്ക്. കീർത്തി, നീ തെറ്റൊന്നും ചെയ്തില്ല. നിന്റെ ഭാഗത്താണ് ശരി. പിന്നെ നീ എന്തിനാ അയാൾ പറയുന്ന ആളെ വെച്ച് ഫീൽ ചെയ്യുന്നത്? മോളെ കുഞ്ഞി, എങ്ങനെയുണ്ട് കോളേജൊക്കെ? ഏട്ടൻ കൊണ്ടുവരണോ മോളെ? വേണ്ടേട്ടാ, ഞാൻ പൊക്കോളാം. കോളേജ് എനിക്ക് ഇഷ്ടമായി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. മോളെ, നീ ഇറങ്ങുവാണോ? ഒന്നും കഴിക്കാതെ പോയാൽ എങ്ങനെയാ? കുഴപ്പമില്ല ഏട്ടാ, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. എന്നാ ഞാൻ ഇറങ്ങുക. ഇയാളെന്തോ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ? ഇവരെ കാണുന്നുമില്ലല്ലോ എൻ്റെ ഈശ്വര. എന്താ മോളെ, നീ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? അല്ല, എൻ്റെ ഫ്രണ്ട്സ് വന്നില്ല, അതാ ഞാൻ ഇവിടെ വന്നു. ഓ, ഫ്രണ്ട്സിനെ നോക്കി നിൽക്കാനല്ലേ? എന്തായാലും ഒരു കാര്യം ചെയ്യും, ആ ക്യാൻറ്റീനിൽ പോയിട്ട് എനിക്ക് ചായ വാങ്ങിക്കൊണ്ടു വാ. എന്താ ചായയോ? എനിക്കൊന്നും പറ്റില്ല. എന്താ, നിനക്ക് പറ്റുമോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചില്ല. എനിക്ക് ചായ വാങ്ങിക്കൊണ്ട് വരാനാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. തനിക്ക് വേണമെങ്കിൽ താൻ വെക്കോ. മര്യാദയ്ക്ക് പറഞ്ഞാൽ എൻ്റെ മോള് കേൾക്കില്ലേ? രാവിലെ തന്നെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പോയി വാങ്ങിക്കൊണ്ട് വാടി ചായ. രാവിലെ തന്നെ തല്ല് വാങ്ങിക്കൊടുത്തേക്കാം. എടോ, ഇതാ ചായ. പിന്നെ താൻ വലിയ ഹീറോ ആയെന്ന് വിചാരിക്കണ്ട. ഈ പണി ചേരുന്നുണ്ട്. നീ ഈ പോസ്റ്റ് കീപ്പ് ചെയ്തോ. പിന്നെ എനിക്കതല്ലേ പണി. നാളെ മുതൽ നിന്റെ മറ്റുള്ളവരോട് പറഞ്ഞാൽ മതി ചായ വാങ്ങിത്തരാം. എന്താ കീർത്തി, നിങ്ങൾ തമ്മിൽ പ്രശ്നം? എനിക്കറിയില്ല. അങ്ങനത്തെ ഞാൻ ചായ വാങ്ങിക്കൊടുക്കണം, അത് വാങ്ങിക്കൊടുക്കണം, ഇത് വാങ്ങിക്കൊടുക്കണം. എന്താ ഇത്? കീർത്തി, ടൈമായി, ക്ലാസ്സിൽ കയറാം. ഹലോ, നിങ്ങൾക്ക് മാത്രം ഫുഡ് കഴിച്ചാൽ മതി, ഞങ്ങൾക്കുള്ളത് അപ്പോൾ ആര് തരും? അതിനെന്തായിട്ടാ, ക്യാൻറ്റീനിൽ ചെന്നാൽ ഫുഡ് കിട്ടുമല്ലോ. അല്ല, അതിന് ഞങ്ങൾക്ക് ഫുഡ് വാങ്ങി തരേണ്ട ആള് ഇവിടെ നിൽക്കല്ലേ? ഞാൻ ഇപ്പോഴേ പറയാം, എനിക്ക് ഫുഡ് വാങ്ങി തരാൻ പറ്റില്ല. നോക്ക്, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. പറയുന്നത് കേട്ടാൽ മതി. ഇല്ല, കേൾക്കില്ല. ഞാൻ ഇവിടുത്തെ സ്റ്റുഡൻ്റാ, അല്ലാതെ നിങ്ങളുടെ സെർവൻ്റ് അല്ല. ഞാൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് പോകാനാണെങ്കിൽ നിനക്കൂടെ പഠിച്ചു പോവാം. ഇല്ലെങ്കിലുണ്ടല്ലോ, ഇതിപ്പോ വലിയ ശല്യമല്ലോ. അപ്പം അങ്ങനെ പോയി വാങ്ങിക്കൊണ്ടുവരല്ലേ? ഇന്നത്തേക്ക് മാത്രം. ആലോചിക്കട്ടെ, ഇപ്പൊ പോയിട്ട് വാ. കീർത്തി, അയാൾ നമുക്കിട്ട് അല്ല നിനക്കിട്ട് പണി തരുന്ന പോലെ എനിക്ക് തോന്നുന്നു. അതെനിക്കും തോന്നി. ഇന്ന് വാങ്ങിക്കൊടുത്തെന്ന് വെച്ചിട്ട് എന്നും വാങ്ങിക്കൊടുക്കില്ല ഞാൻ. നമുക്ക് നോക്കാം എവിടം വരെ പോവാന്ന്. വാ, ക്ലാസ്സിലേക്ക് പോവാം. കാണാത്ത പോലെ പോവാം. ഹലോ, എന്തോ ഒരു മൈൻഡില്ലാത്ത പോലെ. അത് നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു, അതാ. വിശ്വസിച്ചു. എനിക്ക് വല്ലാത്തൊരു തലവേദന, ഒരു ചായ വേണം. എനിക്ക് പറ്റില്ല. അങ്ങനെ പറഞ്ഞൂടാ. എന്തിനാ മോളെ ബിൽഡപ്പ്? പോയി വാങ്ങിക്കൊണ്ട് വന്നേ. ഇതുവരെ പറഞ്ഞ പോലല്ല, ഞാൻ പോവില്ലെന്ന് പറഞ്ഞാൽ പോവില്ല. നീ പോകും, പോയേ പറ്റൂ. പോയി വാങ്ങിക്കൊണ്ട് വാടി. വിമ്മ് കലക്കി തരും ഞാൻ. ചായ പൊടിക്ക്. എനിക്ക് ചായ വേണ്ട, ആ മൂടങ്ങ് പോയി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഞാൻ കഷ്ടപ്പെട്ടു പോയി വാങ്ങിട്ട് വന്നതാ. എനിക്ക് ചായ വേണ്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട, പൊക്കോ നീ. തനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ പോയി വാങ്ങിച്ചേ? താനെന്താ ഓന്താണോ? നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ട, പൊക്കോളാനെന്ന്? നീ കേട്ടില്ലല്ലോ.